അങ്ങനെയുള്ളതായ ദേവി, ഈ ധിഷണ എന്താകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ജുഷതാം, അത് നമ്മളെ, ആ ദേവി നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ, ആ ദേവി. അപ്പോ എന്താണ് ഇതിന് ദേവി മാനുഷി എന്നൊരു പാഠഭേദവും കൂടെ ഉണ്ട്. സാമാം മേധ, എന്താണ്? അപ്സരാസ് ച മേധ ഗന്ധർവേഷു ച യന്മനഃ ദൈവീ മേധ സരസ്വതി സാമാം മേധ സുരഭിർ ജുഷതാം സ്വാഹ. അപ്പോ ഈ ദേവി മേധ, അതിന് മാനുഷി എന്നൊരു വാക്കും പറയുന്നുണ്ട്. അതായത് മാനുഷി ദേവി എന്നാണ്. മനുഷ്യന്മാരിൽ ധിഷണാശാലികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരിലുള്ളതായ ആ ശക്തി, വിലാസം, അതെന്താണ്? അത് ദൈവികമാണ്, അത് സരസ്വതി തന്നെയാണ് എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ആമാം മേധാ സുരഭിർ വിശ്വരൂപ ഹിരണ്യവർണ്ണ ജഗതീ ജഗമ്യ. ആ ദേവി എങ്ങനെയുള്ളതാണ്? വിശ്വരൂപയാണ്, നാനാരൂപങ്ങൾ സ്വീകരിക്കുന്നവളാണ്. അവൾ ഹിരണ്യവർണ്ണയാണ്, സുവർണമയമായിട്ടുള്ളതാണ്, സുവർണ കാന്തിയോട് കൂടിയവളാണ്, ജഗതിയാണ്, ജഗത് സ്വരൂപ തന്നെ ആണ്, ജഗമ്യയുമാണ്. ജഗതി, ജഗത് സ്വരൂപ, ജഗമ്യ, ഗമനശീലമുള്ളവൾ. വെറുതെ മടി പിടിച്ചിരിക്കുന്നതല്ല ഈ ധിഷണ എന്ന് പറയുന്നത്, മേധ എന്ന് പറയുന്നത്. അതെപ്പോഴും എങ്ങനെയുള്ളതാണ്? ഗമനശീലത്തോട് കൂടിയതാണ്, ഊർജസ്വതിയാണ്, അത് നല്ല ഊർജമുള്ളതാണ്. പയസ പിന്വമാന, പയസ് കൊണ്ട്, ജലം കൊണ്ട് അത് സ്പീയമാനമാണ്, സ്പീതമായി തീരുന്നതാണ് അർത്ഥം. സ്പീതമായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീതമായി തീരുക എന്ന് പറഞ്ഞാല് അതിന് അർത്ഥം എന്താണ്? വർദ്ധിക്കുക, വലുതായി തീരുക. നമ്മൾ കഫത്തിനൊക്കെ പറയുന്നില്ലേ, കേന സ്പീയതേ ഇത് കഫ. കേനം, വെള്ളം കൊണ്ട് സ്പീതമായി തീരുന്നത്, കഫം വെള്ളം കൊണ്ട് വർദ്ധിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ പേര് തന്നെ പറയുന്നത്. ഇവിടെ പയസാ പിന്വമാന, പയസ് കൊണ്ട് അഭിവൃദ്ധിയെ പ്രാപിക്കുന്നതായ ആ ദേവി സുപ്രതീകയായി എന്ന് പറഞ്ഞാൽ എന്താണ്? നന്നായി പ്രസാദിക്കുന്നവളായി എന്ത് ചെയ്യട്ടെ? ജുഷന്താം, നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മളെ പ്രീതിപ്പെടുത്തുമാറാകട്ടെ. മൈ മേധ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, 10 മണിയായി. ഉടനെ തന്നെ നമുക്ക് നിർത്താം, തിരക്കുള്ളത് കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല. എന്നാലും 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. മൈ മേധാം മൈ പ്രജാം മൈ അഗ്നി തേജോ ദധാതു. മൈ മേധാം മൈ പ്രജാം മൈ അഗ്നി തേജഹ ദധാതു. അഗ്നി എന്നിൽ എന്തിനെയെല്ലാം തരട്ടെ എന്നാണ്? മേധയെ നൽകട്ടെ, മൈ പ്രജയെ നൽകട്ടെ, പ്രജകൾ ഉണ്ടാകുന്നതിന് വേണ്ടതായ എന്താണ്? ആരോഗ്യസ്ഥിതി, അതിനു വേണ്ടതായ ശക്തി നമുക്ക് നൽകട്ടെ. അഗ്നി തേജഹ ദധാതു, അതിനുള്ളതായ തേജസ്സും അഗ്നി നമുക്ക് നൽകട്ടെ. മേധാശക്തിയെയും പ്രജയെയും തേജസ്സിനെയും അഗ്നി നമുക്ക് നൽകട്ടെ. മൈ മേധാം മൈ പ്രജാം മൈ ഇന്ദ്രഹ ഇന്ദ്രിയം ദദാതു. ഇന്ദ്രൻ എന്തെല്ലാം നൽകട്ടെ? നമുക്ക് മേധാശക്തിയും പ്രജകളെയും ഇന്ദ്രിയങ്ങളെയും നൽകട്ടെ. കേടുപാടില്ലാത്ത ഇന്ദ്രിയങ്ങളായിട്ട്, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉഭയേന്ദ്രിയമായ മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നല്ല കരുത്ത് ഇന്ദ്രൻ നൽകുമാറാകട്ടെ. മൈ മേധാം മൈ പ്രജാം മൈ സൂര്യോ ഭ്രാജോ ദധാതു. എന്നിൽ എന്തിനെല്ലാം നൽകട്ടെ എന്നാണ് പറയുന്നത്? മേധ നൽകട്ടെ, മേധാശക്തിയെ നൽകട്ടെ എന്നിൽ. പിന്നെ ഭ്രാജഹ ശോഭ, ആരാണ്? സൂര്യൻ. എന്നിലേക്ക് ശോഭയെയും നൽകുമാറാകട്ടെ. മൈ മേധാം മൈ പ്രജാം മൈ സൂര്യോ ഭ്രാജോ ദധാതു. ഓം ഹംസായ വിദ്മഹേ പരമഹംസായ ധീമഹി തന്നോ ഹംസഃ പ്രചോദയാത്. ആ ഹംസം എന്നെ പ്രചോദിപ്പിക്കട്ടെ. എന്താണ് ഹംസം എന്ന് പറയുന്നത്? സഹ അഹം, ഞാൻ തന്നെയാകുന്നു, നമ്മളുടെ തന്നെ സ്വരൂപമായിട്ടുള്ള പരമാത്മ ചൈതന്യത്തെയാണ് നമ്മൾ ഹംസം എന്ന് പറയുന്നത്. സഹ അഹം, സോഹം, അത് തന്നെയാണ് മറിച്ച് എന്ത് പറയുന്നത്? ഹംസഹ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സ്വരൂപം തന്നെയായിട്ടുള്ള, എൻ്റെ സ്വരൂപം തന്നെ ആയതുകൊണ്ട് ഋഷീശ്വരന്മാർ സോഹം എന്നോ ഹംസം എന്നോ പറയുന്നത് എന്നർത്ഥമാണ്. ഋഷീശ്വരന്മാർ സോഹം എന്ന് പറയും,
ഹംസ എന്നും പറയും. അങ്ങനെ പറയുന്നതായ, വിശേഷിപ്പിക്കുന്നതായ അല്ലയോ പരമാത്മാവേ, ഞങ്ങൾ അങ്ങയുടെ സ്വരൂപം സമ്പാദിക്കുവാൻ, ആ സ്വരൂപം പ്രാപിക്കുവാൻ ഞങ്ങൾ ശക്തരായി തീരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പരമഹംസായ ധീമഹി, പരമഹംസത്വം പ്രാപിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ ധ്യാനം ചെയ്യുന്നത്, ഞങ്ങൾ ധ്യാന നിമഗ്നരാകുന്നത് പരമാത്മ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. തന്നോ ഹംസ പ്രചോദയാ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരമാത്മത്വ സിദ്ധിക്ക് വേണ്ടി യത്നിക്കുകയും അതിനുവേണ്ടി അധ്യയനം ചെയ്യുകയും അതിനുവേണ്ടി ധ്യാനനിരതനാവുകയും ഉപാസനാ കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും എല്ലാം ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും അതിനുവേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്ന എന്നെ ആ ഹംസം പ്രചോദിപ്പിക്കുമാറാകട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാകുമാറാകട്ടെ. ഇതാണ് ഏകദേശം ഒരു അർത്ഥം. ഇതിൽ തന്നെ ഇതിലെ ഓരോ ഭാഗവും കുറെ കൂടി വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അതിൽ നമുക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. മേധ എന്ന് പറഞ്ഞാലേ, മേധ മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി തന്നെയാണ്. ബുദ്ധിശക്തി തന്നെയാണ് അത്. പ്രത്യേകിച്ച് അതിന് ഒരു അലൗകികമായ ഒരു തലം അവിടെ സങ്കല്പിക്കാൻ നമ്മൾ, ഒരു ദൈവികമായിട്ടുള്ളതായ ബുദ്ധിശക്തി തന്നെയാണ്. അപ്പോൾ അതിന് എല്ലാറ്റിനെയും എന്ത് കാണുക? ഒരു നന്മയുടെ കാഴ്ചപ്പാടിൽ അതിനെ കാണാൻ കഴിയുക. അപ്രകാരമുള്ള ആ ബുദ്ധിശക്തിയാണ്. കാര്യം ബുദ്ധി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എന്തായിക്കൊള്ളുന്നില്ല, അത് നന്മയിൽ മാത്രം പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ ആത്യന്തികമായ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിവുള്ള ആ ഒരു പ്രതിഭയുടെ ആ ഒരു ഫാക്കൽറ്റി, അതിനെയാണ് മേധ എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിശക്തി തന്നെ, നല്ല ബുദ്ധിശക്തി. പ്രതിഭ എന്നൊക്കെ പറയില്ലേ? പ്രതിഭ, എന്താണ് പ്രതിഭ? നവ ഉന്മേഷശാലിനി പ്രജ്ഞ പ്രതിഭ. നിമിഷവും ഉന്മേഷത്തോടു കൂടിയതായിരിക്കുക, പുതുമയാർന്ന വിധത്തിൽ കാര്യങ്ങൾ കാണാനുള്ള കഴിവ്, ആ പ്രതിഭ തന്നെയാണ് ഇവിടെ മേധ എന്ന് പറയുന്നത്. വെറും ബുദ്ധിയല്ല, അത് പുതുമ. നമ്മൾ പറയില്ലേ, എന്താണ് ചിലപ്പോൾ നമ്മൾ പറയല്ലേ, ആളുകൾ നോക്കുന്ന സമയത്ത് ഇതെന്താ ഇപ്പൊ തന്നെ കണ്ടതുപോലെ നോക്കണത്, എന്താ ഇപ്പൊ തന്നെ കണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷം കാണുമ്പോഴും പുതുമയുള്ളതായിട്ട് തോന്നുക. അതുപോലെ പുതുമയോടുകൂടി കാണാൻ കഴിയുന്ന ആ ഒരു മാനസിക അവസ്ഥയാണ് മേധ എന്ന് ഇവിടെ പറയുന്നത്.